ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ചരിത്ര ഫൈനൽ വൈകിട്ട് 8 മണിക്ക് ദുബൈയിലാണ് ക്ലാസിക് പോരാട്ടം. തുടർച്ചയായി മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്നത്. രുചീഷ് വി രവീന്ദ്രൻ ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. രുചീഷ്, റൈവൽറി എന്ന് പറയേണ്ടതില്ലെന്ന് സൂര്യകുമാർ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പാക് പോരാട്ടം ഫൈനലിൽ വരുമ്പോൾ ആവേശത്തിനൊട്ടും കുറവില്ല അല്ലേ? തീർച്ചയായും അഖില, അത് തന്നെയാണ്. കാരണം സൂര്യകുമാർ പറയുന്നത് സമീപകാല കണക്കുകൾ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും മത്സരിക്കുമ്പോൾ ഇത്തരത്തിൽ റൈവൽറി എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യക്കാണ് ആ മേൽക്കൈ എന്ന് അദ്ദേഹം പാകിസ്ഥാനെ പരിഹസിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കണ്ടു. പക്ഷേ പാകിസ്ഥാന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ ആയിരുന്നില്ല സൂപ്പർ ഫോറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ബാറ്റിങ്ങിലൊക്കെ താളം കണ്ടെത്തിയാണ് വന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ടീം, ഒരുപക്ഷെ 2020-ൽ സമീപകാലത്ത് ഇന്ത്യക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും മികച്ച ടീമിനെ തന്നെയാണ് ഇന്ത്യ ഈ ഏഷ്യ കപ്പിലും ഇറക്കിയിരിക്കുന്നത്. അത് തുടക്കം മുതൽ നമുക്ക് ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും എല്ലാ തരത്തിലും ഇന്ത്യക്ക് അത്രമാത്രം സർവാധിപത്യമുള്ള ഒരു ടീമാണ്. 8ഓളം ബാറ്റർമാരെ നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള 8ഓളം താരങ്ങളെ ഇറക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അതോടൊപ്പം 7-8 താരങ്ങൾക്ക് പന്ത് കൈമാറാൻ സൂര്യകുമാറിന് സാധിക്കുന്ന തരത്തിൽ ബൗളിംഗ് നിരയുണ്ട്. ആ തരത്തിൽ അത്രയും ശക്തമായ ടീമാണ് ഇന്ത്യ. എന്തായാലും ഏതെങ്കിലും ടീം, അത് പാകിസ്ഥാനായാലും മറ്റേതെങ്കിലും ഒരു ടീം ഈ ഏഷ്യ കപ്പിൽ ഇന്ത്യയോട് പൊരുതാൻ മാത്രം ശേഷിയുള്ള ഒരു ടീം ഉണ്ടായിരുന്നില്ല. പക്ഷേ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യയോട് മാത്രമാണ് പാകിസ്ഥാൻ ഈ ഏഷ്യ കപ്പിൽ തോറ്റത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഇന്ത്യയും നേർക്കുനേർ വരുമ്പോൾ ഒരു വലിയ പോരാട്ടം തന്നെയാണ് എല്ലാ കാലത്തും നമ്മൾ കാണുന്നത്. റൈവൽറി എന്ന് തന്നെ പറയേണ്ടി വരും. സൂര്യകുമാറിന്റെ അഭിപ്രായം നമുക്ക് പുറത്തുള്ള ആരാധകർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം മറ്റ് മത്സരങ്ങളിൽ ടെസ്റ്റിലും ഏകദിനത്തിലുമൊക്കെ ഇന്ത്യയെക്കാൾ തന്നെ മുൻതൂക്കം പാകിസ്ഥാൻ ഉണ്ട്. ചരിത്രത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ 2020-ലാണ് പക്ഷേ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം പാകിസ്ഥാന് മേലുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും എല്ലാ കാലത്തും വരുമ്പോൾ വലിയ ആവേശം കാണാറുണ്ട്. പക്ഷേ 41 വർഷത്തെ ചരിത്രത്തിൽ ഏഷ്യ കപ്പിൽ ആദ്യമായാണ് ഫൈനലിൽ ഇരു ടീമും വരുന്നത് എന്ന ആവേശം കൂടിയുണ്ട്. ഇന്ത്യ ആകട്ടെ നിലവിലെ ചാമ്പ്യന്മാരാണ്. ആ ചാമ്പ്യൻ പട്ടം നിലനിർത്താൻ ഇറങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഇന്ത്യൻ താരമായ അഭിഷേക് ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് കുൽദീപ് യാദവാണ്, ഇന്ത്യൻ താരമാണ്. ആ തരത്തിൽ ഇന്ത്യക്ക് എല്ലാ മേഖലയിലും ഒരു മുൻതൂക്കം ഈ മത്സരത്തിലുണ്ട്. പക്ഷേ പാകിസ്ഥാന് പകരം വീട്ടാനായി ഇറങ്ങുകയാണ്. കഴിഞ്ഞ അവസാന മത്സരത്തിലൊക്കെ പാകിസ്ഥാന്റെ ഒരു പോരാട്ട വീര്യം ബൗളർമാരുടെ ഭാഗത്തു നിന്നൊക്കെ കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ ബാറ്റർമാരും പാകിസ്ഥാൻ ബൗളർമാരും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന തരത്തിലാകും ഈ മത്സരത്തിലേക്ക് നമ്മൾ കാണേണ്ടി വരിക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ദുബായിലെ പിച്ച് പലപ്പോഴും സ്പിന്നിന് അനുകൂലമാകുന്ന ഒരു പിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏത് തരത്തിലും ബൗളിങ്ങിലേക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ നിരയുള്ളത്. പ്രത്യേകിച്ച് പേസ് ബൗളിങ്ങിലാണെങ്കിൽ ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യം കുറച്ചുകൂടി ഈ ഒരു ടൂർണമെന്റിൽ ജസ്പ്രീത് ബുംറ നമ്മൾ പ്രതീക്ഷിച്ച ആ നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന് സംശയമുണ്ട്. പക്ഷേ ബുംറ ഏത് നിമിഷം വേണമെങ്കിലും കളി ഇന്ത്യക്ക് അനുകൂലമാക്കാൻ ശേഷിയുള്ള ഒരു താരമാണ്. ആ തരത്തിൽ എല്ലാ തരത്തിലും ഇന്ത്യ സജ്ജമാണ്. ആരാധകരും വലിയ ആവേശത്തിലാണ്. നമ്മൾ നേരത്തെ വാരാണസിയിലെ ഒരു രംഗമൊക്കെ കണ്ടിരുന്നു. കാരണം അവിടെയൊക്കെ വലിയ പൂജകളൊക്കെ നടത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും മത്സരമൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കുറേ വിവാദങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. അത് തുടക്കം മുതൽ ഹസ്തദാന വിവാദം മുതൽ തുടങ്ങിയതാണ്. പിന്നീട് ഈ രണ്ട് ടീമിലെ താരങ്ങൾക്കും നടപടിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ആ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് മത്സരം നടക്കുന്നത് എന്നത് കൂടിയുണ്ട്. പക്ഷേ ഇന്നലെ ഫോട്ടോഷൂട്ടിലും ഇതേ പോരാട്ടം ഇന്നത്തെ മത്സരത്തിലും ഉണ്ട് എന്ന് ഉറപ്പാണ്. കാരണം ഇന്നലെ ഫോട്ടോഷൂട്ട് നടക്കണമായിരുന്നു. ആ ഫോട്ടോഷൂട്ടിൽ നിന്ന് ഇന്ത്യൻ നായകൻ പിന്മാറിയിട്ടുണ്ട്. നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്കാണ് ഇന്ത്യ കടക്കുന്നത്. തുടർച്ചയായ തോൽവികൾക്ക് പകരം വീട്ടാൻ പാകിസ്ഥാനും. രുചീഷ് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.